അങ്ങനെ ഞങ്ങളും പോയി ദുബായ് എയർ ഷോ കാണാനായിട്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന രമ്യയും രമ്യയുടെ ഫാമിലിയുമായിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. അൽമക്തും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഷട്ടിൽ സർവീസ് എടുത്തിട്ടാണ് ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തുക. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് 1:30ക്കാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഫസ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യയാണ് സ്റ്റാർട്ട് ചെയ്തത്. സൂര്യകിരണിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു തേജസിൻ്റെ ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ നിങ്ങളവിടെ ഉണ്ടായിരുന്നോ എന്ന്. ഞങ്ങളുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞ് 30 മിനിറ്റ്സോളം ഉണ്ടായിരുന്നു സൂര്യകിരണിൻ്റെ പെർഫോമൻസ്. അതിനുശേഷം അമേരിക്കയുടെ ഒരു ഫൈറ്റർ ജെറ്റ് വന്നു. അതിനുശേഷമാണ് തേജസ് പൊങ്ങുന്നത്. തേജസ് പൊങ്ങി ഒരു സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞ് തേർഡ് അറ്റംപ്റ്റിൽ അത് താഴെ വീഴുമായിരുന്നു. കുറച്ച് നേരത്തേക്ക് നമ്മൾ ലിറ്ററലി ഫ്രീസായിപ്പോയി. എന്താ ചെയ്യേണ്ടത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. വെരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. പിന്നെ നമുക്ക് അധികം നേരം അവിടെ നിൽക്കാൻ തോന്നിയില്ല. കുറച്ച് കഴിഞ്ഞ് അവർ വീണ്ടും ഷോ റീസ്റ്റാർട്ട് ചെയ്തു. ബട്ട് നമ്മൾ മനസ്സിലോടെ അവിടെ നിന്ന് മടങ്ങി.